അപ്പോൾ നീ നമുക്കൊരു ക്യൂട്ടായിട്ട് ഡെസ്ക് ഡെക്കോർ ആക്കിയാലോ? ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്താലും സാധനം ലാസ്റ്റ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ ജസ്റ്റ് എന്താ ചെയ്യുക, ഇതിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഔട്ട്ലൈന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കളർ ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ ക്ഷമൻ്റെ നെല്ലിപ്പലൊക്കെ അങ്ങനെ പൊട്ടിപ്പോവും. കുറേ നേരം വെച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് പൂവൊന്നും മുറിയാതെ കട്ടാക്കണം. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, കുറച്ചൊന്ന് വിട്ടുങ്ങാണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ, ലുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പോൾ അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, ഈ നമ്മളെ പൂവിൻ്റെ ഇതിൻ്റെ അടിയിൽ കുറച്ചൊരു എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റിക്ക് മനസ്സിലാവും. അത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോയി, പിന്നെ ഫസ്റ്റ് നിന്ന് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു ഇത്തിരി ഭാഗം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പേപ്പർ എടുക്കുക, അതിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ആ ഒരു അളവൊക്കെ കറക്റ്റ് ആവണം നോക്കുക. നമ്മൾ കട്ടിയുള്ള പേപ്പർ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും. കട്ടില്ലാത്ത വൃത്തിയിൽ നിൽക്കാൻ കുറച്ച് പണിയുണ്ടാവും. എന്നിട്ട് എന്താ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുത്തിട്ട് കളർ ചെയ്തെടുത്ത ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം ജസ്റ്റ് നമുക്ക് ഈ സാധനങ്ങൾ വെക്കാൻ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം വെക്കണത് ഫ്ലവറിനോ ഇതിനൊക്കെ, ഇതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് ബോക്സ് പോലെ ആക്കിയിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബോക്സ് പോലെ ആക്കി ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഇങ്ങനെ ആക്കി നമ്മുടെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്തല്ലോ ആ ഭാഗത്തേക്ക്. ജസ്റ്റ് വീട്ടിൽ കാണുന്ന പോലെ ജസ്റ്റ് നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവറും സാധനമൊക്കെ നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇതൊരു ക്യൂട്ടാക്കണ്ട, ഒരു എസ്തെറ്റിക് ക്യൂട്ടൊക്കെ ആക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ തന്നെ പിന്നെയും പേപ്പർ എടുക്കുക. ഈ കാണുന്ന പോലെ ജസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഒന്ന് മൊത്തം ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം എന്ത് ചെയ്യുക, അതിനുള്ള ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇതിന് കേവായിട്ടുള്ള ഇതിൻ്റെ സെൻറ്റർ ഭാഗം എന്ത് ചെയ്യുക, രണ്ട് സൈഡും കൂടി ഉള്ളത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരു വൃത്തിക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോല്ലേ, ആ ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് എന്താ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ സാധനം സെറ്റായി. സാധനം കണ്ട് ഭയങ്കര ക്യൂട്ടല്ലേ? ഇഷ്ടമായാലും എന്ത് ചെയ്യുക, കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.